പടം നല്ലൊരു മൂവിയാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള മൂവിയാണ്, സയൻറ്റിഫിക് മൂവിയാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്, മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫിൽ ഭാവന തന്നെ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ റഹ്മാൻ. പക്ഷെ എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു സയൻറ്റിഫിക് കോൺസെപ്റ്റാണ്, എല്ലാവർക്കും മനസ്സിലാവണമില്ല. അതായത് മരിച്ചതിന് ശേഷം കോൺഷ്യസ്നസ് നിൽക്കും, ലൈഫ് ആഫ്റ്റർ ഡെത്ത് കോൺഷ്യസ്നസ് നിൽക്കും. അത് ആയിട്ട് ബന്ധപ്പെടുത്തി റീജനറേറ്റീവ് മെഡിസിനിൽ അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു എത്തിക്കൽ പ്രോബ്ലം പറഞ്ഞാൽ ഈ സംഭവം സാധാരണ സൈക്കാട്രിക് പേഷ്യൻസിലല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട, മെഡിക്കലിന് ഉറപ്പായ കേസാണ്. അങ്ങനെ ഒരു എത്തിക്കൽ പ്രോബ്ലം വന്നിട്ടുണ്ട്. ഈ സിനിമ എല്ലാവർക്കും മനസ്സിലാവണമില്ല. സയൻറ്റിഫിക് ഫിലിമാണ്. നല്ല അടിപൊളി സിനിമ, നല്ല ആക്ടിങ്. വളരെ ഏറ്റവും മികച്ചൊരു ക്യാരക്ടറായിട്ട് തന്നെ എനിക്ക് തോന്നി അവരുടെ ഈ മൂവിയിലെ പെർഫോമൻസ്. അങ്ങനെ മൊത്തത്തിൽ ത്രില്ലടിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ത്രില്ലറാണ്. എനിക്ക് മേക്കിങ് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ക്ലൈമാക്സ് പോർഷനൊക്കെ വളരെ മികച്ചായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല പടമാണ് ബ്രോ. തീർച്ചയായിട്ടും ഡയറക്ടേഴ്സ് മൂവിയാണ്, നല്ല റിസർച്ച് ചെയ്ത പടമാണ്. DOP വൈസ് ആയിരുന്നാലും എഡിറ്റിംഗ് വൈസ് ആയിരുന്നാലും എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, സൈഫൈ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു. അത് പറഞ്ഞിട്ട് ഈ ഭാവന മാമിന്റെ ഒരു റീ എൻട്രി വന്നിട്ടുള്ളൊരു എനിക്ക് പേഴ്സണലി റീ എൻട്രി പോലെ തന്നെയാണ് തോന്നുന്നത്. ആർക്കും അങ്ങനെ ബാഡായി പോയി, ഈ പടം ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നില്ല. കാരണം നല്ല പെർഫോമൻസ് ആണ്, പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കാര്യമാണ്. ഒരു ഭയങ്കര സസ്പെൻസ് ത്രില്ലറാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ആണ്. കാണൂ, നിങ്ങൾ കാണൂ, തിയേറ്ററിൽ തന്നെ കാണൂ, തിയേറ്ററിൽ കാണാൻ പടം. താങ്ക് യു. പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാവരുടെയും മേക്കിംഗ് ആണെങ്കിലും വൻ പരിപാടിയാണ്. ശേഷം ഒരു ഫീമെയിൽ ലീഡും. അതെ, ഞാൻ കൂടുതൽ പറഞ്ഞു പൊളിപ്പിക്കുന്നില്ല, നിങ്ങൾ കാണും. ഉറപ്പായിട്ടും സ്ട്രോങ് കമ്പാക്റ്റാണ്. എനിക്കിഷ്ടമായി, ഉറപ്പായിട്ട് ഇഷ്ടടിക്കും. അടിപൊളിയായിരുന്നു. ആ ഒരു പുതിയൊരു എലിമെന്റ് ഉണ്ട് സിനിമയിലുണ്ട്, ഒരു പുതിയൊരു എലിമെന്റ് ഉണ്ട്. ഉറപ്പായിട്ടും പോയി കാണണം. ഇതുവരെ മലയാള സിനിമയിൽ കാണാത്ത ഒരു ക്ലൈമാക്സ് ആയിട്ട് പറയാം. ഞാൻ ഈ സിനിമയിൽ നീരജ് എന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ മലയാള സിനിമയാണ്. ആദ്യത്തെ സിനിമ ലോക്കെ ആയിരുന്നു. എനിക്ക് സന്തോഷമായി. താങ്ക്സ് ടു റിയാസ് ആൻഡ് സുജിത് DOP. മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്ന് കാണാം തിയേറ്ററിൽ ഫോർ ഈ സൗണ്ട് എഫക്ട്സ് ആൻഡ് മേക്കിംഗ്. ഒരു കിട്ടുന്ന സാധനമുണ്ട് അവസാനം. കംബാക്ക് ആയിട്ട് പറയാം, ഉറപ്പായിട്ട് പറയാം.